ഹലോ എവരി വൺ, വെൽക്കം ടു മാർക്കറ്റ് സ്ട്രക്ചർ ബൈ പി കെ. ഇന്ന് നമ്മൾ ഒരു ലൈവ് ട്രേഡ് കാണാൻ പോവുകയാണ്. ഒരു ഹാമർ ക്യാൻഡിലിൻ്റെ ട്രേഡാണ്. 368 ലെവലിൽ ടാറ്റ പവറിൽ ഒരു ഹാമർ കാണുന്നുണ്ടല്ലോ അല്ലേ. അതിനുശേഷം ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട് മേലെ. സോ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞു. നമ്മളിനി പ്രൈസ് എപ്പോഴും ഒരു ട്രെൻഡ് ലൈനിന് മേലെ പോയാൽ പ്രൈസ് ഫാസ്റ്റായിട്ട് മൂവ് ആവുകയെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് എന്ന് പറയും. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണേ. നമുക്കിപ്പോൾ ലൈവായിട്ട് പ്രൈസ് എങ്ങനെയാണ് ബ്രേക്ക് ഔട്ട് ചെയ്ത് മേലെ പോകുന്നതെന്ന് കാണാൻ പറ്റും. 372.90 മേലെ പ്രൈസ് സക്സസ്ഫുൾ ആയിട്ട് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോ പോയിൻ്റ് ആയിട്ട് നമുക്ക് പോകുന്നത് കാണാൻ കഴിയും. ഇപ്പോൾ 374 എത്തിക്കഴിഞ്ഞു. സോ നമ്മൾ ഹാർഡ്ലി എൻട്രി എടുത്തിട്ട് ഒരു 1 അവറിൻ്റെ മിനിമം ടൈം ആയിട്ടുള്ളൂ. സോ അതിനകത്ത് 368 തൊട്ട് 375 വരെയുള്ള മൂവ് ഇപ്പോൾ നമ്മൾ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞു. 382 ആണ് ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടത്. അത് ചിലപ്പോൾ നാളെയോ 2 ഡേയ്സിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുമായിരിക്കും. ഇന്നിപ്പോൾ എവിടെ ക്ലോസ് ചെയ്യുന്ന അറിയില്ല. നമ്മൾ ഒരു 376-78 എക്സിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ടാറ്റ പവറിൻ്റെ 5 മിനിറ്റ്സ് ഓർ 15 മിനിറ്റ്സിൻ്റെ ചാർട്ട് നോക്കിയെന്ന് വെച്ചാൽ ഈസി ആയിട്ട് എങ്ങനെയാണ് മൂവ് ക്യാപ്ചർ ചെയ്തതെന്നും എങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ ഉണ്ടായെന്നും എല്ലാം വേഗം മനസ്സിലാക്കാൻ കഴിയും. അറിയാത്തവർക്ക് ഇതറിയാൻ താല്പര്യമുള്ളവരും ഒന്ന് ചാർട്ട് ട്രേഡിംഗ് വ്യൂവിൽ ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക. അപ്പോൾ ഹാമറിൻ്റെ ട്രേഡ് എങ്ങനെയാണെന്ന് എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാവും. 15 മിനിറ്റ്സ് പ്രൈസ് ഇസ് ബ്ലാസ്റ്റിംഗ്, വാട്ട് എ മൂവ്. സോ നമ്മൾ ഇന്നത്തെ ഇൻട്രാഡേ ട്രേഡ് ആണെങ്കിൽ നമ്മളിവിടെ വെച്ച് ക്ലോസ് ചെയ്യും. ഐ ഹാവ് ക്ലോസ്ഡ് മൈ ട്രേഡ് അറ്റ് 376. ഇനിയും ഇങ്ങനെയുള്ള ക്യാൻഡിലിൻ്റെ ട്രേഡ്സിനും ലേണിങ്ങിനുമായിട്ട് മാർക്കറ്റ് സ്ട്രക്ചർ ബൈ പി കെ ഫോളോ ചെയ്യുക. താങ്ക് യു.